നൂറുകണക്കിന് ആളുകളെ കൊന്ന കൊലയാളികളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായിരിക്കും. പക്ഷേ ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, ചെറിയ ക്ലാസ്സുകളിൽ. അന്നാണ് ഭോപ്പാലിൽ വിഷവാതക ചോർച്ച ഉണ്ടായത്. ചോർച്ചയല്ല, തുറന്നു വിട്ടതാണെന്നും പറയുന്നു. അങ്ങനെ ഭോപ്പാൽ നഗരത്തിൽ രാത്രി ഉറങ്ങിക്കിടന്ന ആളുകൾ ഒരിറ്റു ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചു. അപാലവൃദ്ധം ജനങ്ങൾ. അതിനൊരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ തല ഇങ്ങനെ കാണിക്കുന്നൊരു ചിത്രം. പാബ്ലോ ബർത്തലോമിയോ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ എടുത്തതാണ്. അതാണ് ഭോപ്പാൽ ട്രാജഡിയുടെ ഒരു ഓർമ്മ. അന്നൊക്കെ ഞാൻ നാട്ടിലൊക്കെ ഈ ബാലവേദികളൊക്കെ ഉണ്ടല്ലോ, ബാലവേദി ഒക്കെ ഉള്ളപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ബാലവേദി എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ അതിലെ അംഗമായിരുന്നു. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു. യൂണിയൻ കാർബൈഡ് എന്നുള്ള കമ്പനിയാണ് ഈ കൊലപാതകം നടത്തിയത്, വിഷവാതക തുറന്നുവിട്ടത്. വിഷവാതക ചോർച്ച ദുരന്തം എന്നാണ് പറയുന്നത്, പക്ഷേ അത് കൊലപാതകം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഭോപ്പാൽ ട്രാജഡിയല്ല, ഒരു കൊലപാതകമാണ്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു. ബോയ്ക്കോട്ട് എവറഡി, യൂണിയൻ കാർബൈഡിൻ്റെ ഉൽപ്പന്നമായ എവറഡി ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. അത്യാവശ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ക്യാമ്പയിനായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഭോപ്പാൽ ട്രാജഡിയുടെ ഒരു ദുരന്തത്തിൻ്റെ വാർഷികമാണിപ്പോൾ. 40 വർഷം, 4 പതിറ്റാണ്ട് കഴിഞ്ഞു ആണ് ഇന്ന്. അതായത് 1984 ഡിസംബർ 2 കഴിഞ്ഞ്, പാതിര കഴിഞ്ഞ് 12:30 ആ സമയത്താണ്. ആളുകളെല്ലാം നല്ല ഗാഢനിദ്രയിലായിരുന്നു. അതെ, ആ സമയത്താണ്. ഈ 3-ാം തീയതി പുലർച്ചെ 40ാമത്തെ വാർഷികമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇതിൻ്റെ CEO യൂണിയൻ കാർബൈഡ് എവറഡി ഉണ്ടാക്കും, ശരിയാണ്. പക്ഷേ ഇത് കീടനാശിനി പ്ലാന്റ് ആയിരുന്നു. യൂണിയൻ കാർബൈഡ് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, അതിലൊന്നാണ്. അതെ, ഇത് കീടനാശിനി ഉണ്ടാക്കുന്ന പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പോൾ അന്ന് വാറൻ ആൻഡേഴ്സൺ ഇതിൻ്റെ CEO, അയാൾ ഇത് 3-ാം തീയതി സംഭവം നടക്കുന്നു. 7-ാം തീയതി അയാൾ രാജ്യം വിട്ടു. ആ രാജ്യം വിടാനായിട്ട് നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അനുവദിച്ചു. രാജീവ് ഗാന്ധി അന്ന് അനുവദിച്ചിട്ടാണ് വാറൻ ആൻഡേഴ്സൺ പോയതെന്ന് അന്ന് നമുക്കറിയില്ല. ഞാൻ പത്രപ്രവർത്തകനാണ്. ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് മനോരമയിൽ എൽ ശങ്കർ എന്ന് പറഞ്ഞ് തമിഴ് പശ്ചാത്തലമുള്ള ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഉടനെ ഭോപ്പാലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവിടം വരെ ചെല്ലാൻ പറ്റി. അത് കഴിഞ്ഞ് അത് കാരണം കുറേ ചിത്രങ്ങളന്ന് മനോരമയ്ക്ക് ശങ്കറിൻ്റേത് നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു. ഒരാളെ പോയുള്ളൂ, ഫോട്ടോഗ്രാഫർ മാത്രം. വേറെ ആളുകൾക്ക് പിന്നെ പോകാൻ പറ്റില്ലല്ലോ അങ്ങോട്ട്. അപ്പോൾ ഈ വാറൻ ആൻഡേഴ്സണെ എങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. കാരണം അയാൾ ഇന്ത്യൻ പൗരനല്ല, അമേരിക്കൻ പൗരനാണ്. അപ്പോൾ അങ്ങനെ പോകാമായിരിക്കും എന്നൊക്കെയാണ് അന്ന് ധരിച്ചുകൊണ്ടിരുന്ന ആളുകൾ. ഈ പിന്നീട് പല പുസ്തകങ്ങൾ വരിക, സുഷമ സ്വരാജ് പാർലമെൻറ്റിൽ ഇതിൻ്റെ കാര്യം വെളിപ്പെടുത്തുക, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കാര്യം അറിയുന്നത്. കാരണം എന്താണ് ശരിക്കും സംഭവിച്ചത് അത് പറയാം. രാജീവ് ഗാന്ധിയുടെ ഒരു ബാല്യകാല സുഹൃത്ത് 35 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട് അമേരിക്കയിൽ തടവിൽ കഴിയുന്നുണ്ടായിരുന്നു. വാറൻ ആൻഡേഴ്സന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സുഹൃത്തിനെ ഇങ്ങോട്ട് കിട്ടും, ഷഹരിയാറിനെ. അതാണ് ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് അതൊരു ക്രോണോളജിയിൽ വരണമല്ലോ. അപ്പോൾ 7-ാം തീയതി തന്നെ ഇയാൾ രക്ഷപ്പെടുന്നു. ഇയാൾക്ക് രാജ്യം വിട്ടു അയാൾ. ഇയാൾ ഹാജരായില്ല, വിചാരണയ്ക്കൊന്നും ഹാജരാകാതെ 92ാമത്തെ വയസ്സിൽ 2014 ഫ്ലോറിഡയിൽ ഒരു നഴ്സിംഗ് ഹോമിൽ മരിച്ചുപോയി. വാർദ്ധക്യ സഹജ അസുഖങ്ങളൊക്കെ കൊണ്ടാണ് വാറൻ ആൻഡേഴ്സൺ മരിച്ചു പോകുന്നത്. ഒരിക്കലും ഇന്ത്യയിൽ പിന്നെ അയാൾ വന്നില്ല, ഈ 7-ാം തീയതി പോയിട്ട്. അപ്പോൾ അന്ന് അമേരിക്കയുടെ എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആയിരുന്ന ഗോർഡൻ സ്ട്രീബ് അവിടുത്തെ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, കുറേ വർഷത്തിന് ശേഷം, അന്ന് MK രസ്ഗോത്ര വിദേശകാര്യ സെക്രട്ടറി, ആ രസ്ഗോത്രയായിരുന്നു ഈ ഡീലിലെ മധ്യസ്ഥൻ. വീട്ടുതടങ്കലിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ ഞാൻ നടത്തിയത്, അതായത് ഈ സ്ട്രീബ് US മിഷനിലെ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത് രസ്ഗോത്രയായിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രസ്ഗോത്രയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നല്ലോ. രസ്ഗോത്ര സേഫ് പാസേജിന് ഉറപ്പ് നൽകി എന്നും ടെലിവിഷനിൽ
ഇദ്ദേഹം സ്ട്രീബ് വെളിപ്പെടുത്തി. അപ്പോൾ രസ്ഗോത്ര പറഞ്ഞേ, രസ്ഗോത്ര ഇവിടുത്തെ ടെലിവിഷനുകളോട് പറഞ്ഞു, ഞാനല്ല രാജീവ് ഗാന്ധിയുമായിട്ട് ഈ ഡീലൊക്കെ ഉണ്ടാക്കി സംസാരിച്ചത്, അത് നരസിംഹറാവു ആണ് എന്ന് പറഞ്ഞിട്ട് നരസിംഹറാവുവിൻ്റെ തലയിലേക്ക് വെച്ചു നൈസായിട്ട് രസ്ഗോത്ര. അപ്പോൾ നരസിംഹറാവും ഈ രസ്ഗോത്രയുടെ വെളിപ്പെടുത്തൽ വരുമ്പോഴേക്കും നരസിംഹറാവു മരിച്ചു പോയിരുന്നു. അപ്പം നിഷേധിക്കാൻ പോണില്ല പറ്റില്ല. പക്ഷെ നരസിംഹറാവുവിൻ്റെ മകൻ രംഗറാവു പറഞ്ഞു, ഇങ്ങനെ ഒരു തീരുമാനം എന്തായാലും അന്ന് ആഭ്യന്തരമന്ത്രിയാണ് നരസിംഹറാവു, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, അത് അതിന് മുകളിലുള്ള സമ്മതിച്ചാൽ നടക്കുള്ളൂ എന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, വിട്ടതാണ്, അദ്ദേഹത്തിനെ വിട്ടയച്ചതാണ് ഇന്ത്യയുടെ താല്പര്യത്തിന് നിരക്കുന്നതെന്നും രസ്ഗോത്ര പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് ഇന്ത്യയിലെ നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ സ്ഥാപനത്തിൻ്റെ CEO അയാൾ രക്ഷപ്പെടുന്നതാണ് ഇന്ത്യയുടെ 2800 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഈ കാർബൈഡ് പറഞ്ഞത്. മറ്റേ നഗരസഭ പറഞ്ഞത് അന്ന് 15000 ജഡങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു എന്നാണ്. ഈ അന്നൊക്കെ ഗർഭസ്ഥ ശിശുക്കളായിരുന്നവരൊക്കെ ഇന്ന് ജീവിക്കുന്നുണ്ട് വൈകല്യത്തോടുകൂടി. ശ്വാസം ഒരു സ്ത്രീയുടെ, ഗംഗാദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കഥ ഞാൻ വായിച്ചു. അവരുടെ ഒരു ശ്വാസകോശം വളർന്നതേ ഇല്ല, പിന്നെ ശ്വാസ തടസ്സമൊക്കെ ആയിട്ട് ചുമച്ചുകൊണ്ടാണ് നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലിപ്പണിക്കാരി, ഒരു ഗംഗാദേവിയുടെ കഥ. അപ്പോൾ ഈ നരസിംഹറാവു പറഞ്ഞിട്ട് പിന്നെ ഇതിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ വന്നത് അർജുൻ സിംഗ് ആണല്ലോ അന്ന് മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ. അർജുൻ സിംഗിൻ്റെ ആത്മകഥ വന്നു, എ ഗ്രെയിൻ ഓഫ് സാൻഡ് ഇൻ ദി അവർ ഗ്ലാസ് ഓഫ് ടൈം എന്നാണ് ആത്മകഥയുടെ പേര്. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ, അദ്ദേഹം എന്തായാലും ഈ നഗര കുടുംബമായിട്ടൊക്കെ കുറച്ച് അകന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നരസിംഹറാവു പറഞ്ഞിട്ട് ആഭ്യന്തര സെക്രട്ടറി RD പ്രധാൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പ്രധാൻ അന്ന് മറ്റേ മഹാരാഷ്ട്ര RD പ്രധാൻ വിളിച്ചിരുന്നു ആഭ്യന്തര സെക്രട്ടറി എന്ന് ഈ അർജുൻ സിംഗ് ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ RD പ്രധാൻ എന്ന ആഭ്യന്തര സെക്രട്ടറി അല്ല. RD പ്രധാൻ മഹാരാഷ്ട്രയിലെ ചീഫ് സെക്രട്ടറിയാണ്. ഈ സംഭവം നടക്കുമ്പോൾ അടുത്ത കൊല്ലാണ് പ്രധാൻ മനഃപൂർവ്വം പറഞ്ഞ പ്രധാൻ്റെ പേര് ചുമ്മാ എടുത്തിട്ടതാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ പിന്നീട് അർജുൻ സിംഗ് എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെയ്ഗൻ പറഞ്ഞിട്ടോ മറ്റോ, റൊണാൾഡ് റെയ്ഗൻ പറഞ്ഞിട്ടോ മറ്റോ ഈ രാജീവ് ഗാന്ധി ഇങ്ങനൊരു തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ ഇയാൾ ചെവിയിൽ രാജീവ് ഗാന്ധി മറ്റേ നരസിംഹറാവുവിൻ്റെ ചെവിയിൽ പറഞ്ഞു, മേരെ സാത്ത് ചിതാമേ ബസം ഹോ ജായക എന്നോ ചെവിയിൽ പറഞ്ഞു എന്ന്. ഇത് എൻ്റെ കൂടെ ഞാൻ മരിക്കുമ്പോൾ അത് ഭസ്മമായി തീർന്നോളും, നമ്മൾ രണ്ടുപേരെ അറിയുന്നുള്ളൂ, ഇതിങ്ങനെ അയാളെ വിട്ടയച്ചേക്കെന്ന് നരസിംഹറാവുവിൻ്റെ ചെവിയിൽ രാജീവ് ഗാന്ധി പറഞ്ഞു എന്ന് അർജുൻ സിംഗ് എഴുതുന്നുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞിട്ടാണ് വിട്ടയക്കുന്നത്. അന്ന് വിട്ടയക്കുമ്പോൾ ഈ അർജുൻ സിംഗിൻ്റെ ഔദ്യോഗികമായി ഉള്ള വിമാനത്തിലാണ് പോകുന്നത് ഇയാൾ ഡൽഹിയിലൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അയാൾ അമേരിക്കയിലേക്ക് വാറൻ ആൻഡേഴ്സൺ പോകുന്നത്. ഇത്രയുമൊക്കെ അർജുൻ സിംഗിൻ്റെ പുസ്തകം വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ മോട്ടി സിംഗ് എന്ന് പറഞ്ഞ ഭോപ്പാലിലെ കലക്ടർ പിന്നീട് പറഞ്ഞു, ഈ മുറിയിൽ ഇയാളെ വീട്ടുതടങ്കലിലാക്കിയെങ്കിലും മുറിയിലൊരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. ആ ലാൻഡ് ഫോൺ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ അയാൾ പലരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അയാൾക്ക് പുറത്ത് കിടക്കാൻ പറ്റിയത്. അമേരിക്കയിലെ എംബസി, US എംബസിയിലും ഒക്കെ വിളിച്ചിട്ടുണ്ടാവും. വലിയ സ്വാധീനമുള്ളവരാണല്ലോ യൂണിയൻ കാർബൈഡ്, മൾട്ടി നാഷണൽ കമ്പനിയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഈ സുഷമ സ്വരാജ് എന്നിട്ട് 2015 ഓഗസ്റ്റിൽ ഈ
ഒരു കാര്യം വെളിപ്പെടുത്തി ലോക്സഭയിൽ. വേറെ കുറേ ലളിത് മോദിയുടെ ഇഷ്യൂ ഒക്കെ പറഞ്ഞു വരുമ്പോഴാണ് അവർ രാജീവ് ഗാന്ധിയുടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് കോൺഗ്രസിൻ്റെ വായടച്ചു സുഷമ സ്വരാജ്. ഈ അർജുൻ സിംഗിൻ്റെ ആത്മകഥയും പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇയാളെ അന്ന് രാജീവ് ഗാന്ധി വിട്ടയച്ചത് ബാല്യകാല സുഹൃത്ത് ആദിൽ ഷഹരിയാറിനെ അമേരിക്കൻ ജയിലിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടിയായിരുന്നു. ഒരു പ്രോക്കോ ഒരാൾ ഇവിടുന്ന് കൊടുത്താൽ അവിടെ പ്രസിഡന്റിന്റെ പാർഡൻ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അപ്പൊ റൊണാൾഡ് റീഗൻ പാർഡൻ ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഡീല്. 35 വർഷം ഇയാളെ തടവിലിട്ടിരിക്കുകയായിരുന്നു. ഈ ആദിൽ ഷഹരിയാർ എന്ന് പറഞ്ഞ ആൾ ആരാന്ന് വെച്ചാൽ മുഹമ്മദ് യൂനുസിൻ്റെ മകനാണ്. മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൻ്റെ, ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പറഞ്ഞു വരുമ്പോൾ ബന്ധുക്കളായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. കാരണം സഞ്ജയ് ഗാന്ധി മുഹമ്മദ് യൂനുസിൻ്റെ മകനാണെന്ന് ശത്രുക്കൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഈ മുഹമ്മദ് യൂനുസ് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ്റെ ഒരടുത്ത ബന്ധു. അല്ല, ഇങ്ങനെ ഈ മകനാണോ എന്ന് സംശയിക്കുന്നുള്ള കഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടല്ലോ. കൊല്ലപ്പെട്ടതിന് ശേഷം DNA സാമ്പിൾസ് എടുത്തു. അങ്ങനെ രാഹുലിൻ്റെ DNA എടുക്കാൻ നേരത്ത് സോണിയ പറഞ്ഞു രാഹുലിൻ്റെ എടുക്കണ്ട, പ്രിയങ്കയുടെ എടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട്. അതിസുന്ദരനാണ് ഈ മുഹമ്മദ് യൂനുസ്. ഈ മുഹമ്മദ് യൂനുസ് സത്യത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ ആളുകളെയൊക്കെ പലയിടത്തും അവർ സ്ഥാനപതിയായിട്ടൊക്കെ അയക്കുമല്ലോ. അങ്ങനെയാണ് മുഹമ്മദ് യൂനുസിനെ തുർക്കിയിൽ, സ്പെയിനിൽ, ഇന്തോനേഷ്യയിലും ഒക്കെ ഇന്ത്യയുടെ സ്ഥാനപതിയായിട്ട് അയച്ചിരുന്നു. പലതരത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ് ഈ മുഹമ്മദ് യൂനുസ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഒരു ബാല്യകാല സുഹൃത്തുമാണ്. ഇയാളെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ജയിലിലാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കൊരു കമ്പനി ഉണ്ട് അവിടെ, കരീബിയൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ. ആ കമ്പനി ഷാപ്റ്റൺ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു കരാറുണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് ഈ വീഡിയോ കാസറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ വീഡിയോ കാസറ്റുകൾ 25,000 വീഡിയോ കാസറ്റുകൾ പ്രോഗ്രാംഡ് കാസറ്റ്സ് അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു കരാറുണ്ടാക്കിയിരുന്നു. ഇയാൾ അതിൻ്റെ അവസാന ദിവസമായിട്ടും ഇയാൾ സപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഡേ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേ സ്ക്രാപ്പ് കടലാസുകൾ പെട്ടിയിലൊക്കെ നിറച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാൾ താമസിക്കുന്ന ഹോട്ടൽ മുറി, ഷെറാട്ടൺ ബീച്ച് ഹോട്ടൽ, ആ ഹോട്ടൽ മുറി കത്തിച്ചു ഇയാൾ 1981 ഓഗസ്റ്റ് 30. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഷാപ്റ്റൺ പ്രൊഡ്യൂസേഴ്സ് അമേരിക്കൻ എക്സ്പ്രസ്സിനോട് ഇയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഇയാൾ ഈ സംഗതി മുഴുവൻ കത്തിപ്പോയതാണ്. തീ കത്തിയല്ലോ ഹോട്ടൽ മുറി, ഇയാൾ താമസിച്ചിരുന്ന മുറി കത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ക്രെഡിറ്റ് ഇല്ലേ, കുറേ തുക, ആ തുക ഇങ്ങ് തന്നേക്കാനായിട്ട് 21,93,750 രൂപ ഇയാൾ ക്ലെയിം ചോദിച്ചു അവരോട്. അപ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടക്കുമ്പോഴാണ് ഇയാൾ ഇതൊന്നും സപ്ലൈ ചെയ്തിട്ടില്ലെന്നും സ്ക്രാപ്പും ആണെന്നും ഇയാൾ കത്തിച്ചതുമാണെന്നൊക്കെ FBI കണ്ടെത്തി ഇയാളെ ജയിലിൽ വിടുന്നത്. അപ്പോൾ ഇത് മൊത്തം കരാർ 67,50,000 രൂപ എന്നാണ്. ഇത് എക്സ്പയർ ചെയ്യുന്ന ദിവസമാണ്, കരാറ് തീരുന്ന ദിവസമാണ് ഇത് കത്തിക്കുന്നത്. ഇതിലാണ് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ട് ഇയാളെ ജയിലിൽ വിടുന്നതെന്ന് സുഷമ സ്വരാജ് ലോക്സഭയിൽ വെളിപ്പെടുത്തി. ഇതിൻ്റെ പശ്ചാത്തല വിവരങ്ങളൊക്കെ അർജുൻ സിംഗിൻ്റെ പുസ്തകത്തിലും ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ 1900 ഈ ആൻഡേഴ്സനെയൊക്കെ വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ റീഗൻ പാർഡൺ ചെയ്യുന്നത്. 1985 ജൂൺ 11, ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ ഷഹരിയാറിനെ വിട്ടയക്കുന്നത്. ഏതായാലും കൊള്ളാം, നല്ല കുടുംബം, നല്ല പ്രധാനമന്ത്രി. അപ്പോൾ ഏതായാലും പിന്നെ ഈ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ നാട്ടുകാരുടെ ജീവിതമാണോ തൻ്റെ രക്തബന്ധുവിൻ്റെ ജീവിതമാണോ പ്രധാനമെന്ന് ചോദിക്കുമ്പോൾ രാജീവ് ഗാന്ധി എന്നല്ല, ഇവരൊക്കെ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പല ആളുകളെയും ഇപ്പോൾ അവിടെ
ജയിലിലടക്കണം, അമേരിക്കയിൽ ജയിലിലടക്കണം എന്നൊക്കെ പറയുന്നത് അദാനിയുടെ കേസും ഒക്കെ. നമ്മൾ ഈ 15,000 പേരെ കൊന്നയാളെ, ഇത് സത്യത്തിൽ നമ്മുടെ ജപ്പാനിലൊക്കെയാണ് ബോംബിട്ടതുപോലത്തെ ഒരു സംഭവമല്ലേ അത്? അതെ അതെ, 15,000 പേരെ കൊന്ന ആളെ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ തട്ടിപ്പ് കേസിലെ പ്രതിയായ സ്വന്തക്കാരനെ ഇങ്ങോട്ട് മേടിച്ചു. ഇന്ത്യൻ ജനങ്ങൾ ഇവർക്ക് വെറും പുഴുക്കളാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.